ഇനിയുള്ള 2 മാസം എന്നാ ചെയ്യും? പപ്പ, ഇത്തവണ ഞങ്ങള് വെക്കേഷൻ എങ്ങോട്ടാ പോകണ്ടേ? പപ്പ തന്നെ പറ. എത്രമാത്രം ദൂരേക്ക് പോകാവോ അത്രേ അകലേക്ക് പൊയ്ക്കോ. എടി, നിന്റെ അനിയത്തിയുടെ വീട്ടിൽ പൊയ്ക്കോളാം പിള്ളേരോട് പറ. അവിടെ കെട്ടിയോ പാപ്പച്ചനാണെ ഒരു ജിംനാസ്റ്റിക് ആണല്ലോ. പിള്ളേരൊന്ന് ഒതുങ്ങിക്കോളും. ഇനി അവരുടെ വിരോധം കൂടി കിട്ടണമല്ലോ കർത്താവേ. അല്ല, ഇതാര്? ബോവനും മൊളിയുമോ? പപ്പായും അമ്മച്ചിയൊന്നും വന്നില്ലയോടാ? പിന്നെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചത്? അങ്കിളിനെ ആന്റിയും കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ. നല്ല കുട്ടികൾ, അവർക്കെങ്കിലും അത് തോന്നിയല്ലോ. വാ മക്കളെ, വല്ലതും കഴിച്ചിട്ടിരിക്കാം. എടിയേ, ഞാനൊന്ന് മാങ്ങാൻ പോവാ. ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു. ഇടയ്ക്കൊന്നും എന്നെ ശല്യപ്പെടുത്തിയേക്കരുത്. നോക്കടി സ്റ്റീരിയോ. കുട്ടികൾ ഇങ്ങനെയൊന്നും ഇരുന്നാ പറ്റിയല്ല. ശരീരത്തിന് വ്യായാമം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ? പോയി കളിക്ക്. എന്നാ കളിക്കാനാ? ഐഡിയ. ഈ ഇരുമ്പുണ്ട എടുത്ത് നമുക്ക് ഷോട്ട് പുട്ട് എറിഞ്ഞ് കളിക്കാം. അയ്യോ, എന്നതാ അവിടെ പൊട്ടിയത്? കർത്താവേ, ലോൺ എടുത്ത് ചെയ്യിച്ച മൊസൈക്ക. ഒന്ന് കണ്ടു കൊതി തീർന്നില്ല. അല്ലേലും ഇപ്പോഴത്തെ മൊസൈക്കിനൊന്നും ഒരു ഗുണനിലവാരവും ഇല്ലാത്തതാ. പുറത്ത് മഴയാ. നിങ്ങള് തട്ടുംപുറത്ത് പോയി കളിച്ചു. അത് നോക്ക, വ്യായാമത്തിന് നല്ലതാ. നമുക്ക് അതെടുത്ത് പൊക്കാം. ഹോ, ശല്യം ഒഴിഞ്ഞു. ഇനിയൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. ഇനി ഇതേ കുറച്ച് വെയിറ്റ് കൂടെ വെച്ച് പൊക്കണം. അയ്യോ, ഒരു എലി എന്റെ കാലിന്റെ അടിയില്. അയ്യോ, എലി എന്റെ ദേഹത്ത് കയറി. ഇനി മക്കള് ഞങ്ങളെ കാണാൻ കൊതിയാകുവാണെങ്കിൽ ചാടിക്കേറി വരികയൊന്നും വേണ്ട കേട്ടോ. ഈ ആൽബം വെച്ചോ, ഇത് ഞങ്ങളുടെയൊക്കെ പടമുണ്ട്. ഒരു മാങ്ങ എറിഞ്ഞിട്ട് തിന്നാൻ കൊതിയാകുന്നു. എനിക്കും മാങ്ങേറിയെണ്ണം. കല്ലെടുത്ത് പൊക്കാൻ പറ്റാത്തവനാ മാങ്ങേറിയാൻ പോണേ. ഓ, മാങ്ങയൊക്കെ എറിഞ്ഞു മടുത്തു. അതിലൊന്നും ഒരു രസവും ഇല്ല. നമുക്ക് കുറെ കൂടി വലിയ വല്ലതും നോക്കിയാലോ? എന്നാ പിന്നെ ചക്ക എറിഞ്ഞിടാ. അത് കൊള്ളാം. ചേട്ടത്തിയുടെ പ്ലാവിലെ ഒരു ചക്ക പഴുത്തു നിൽപ്പുണ്ട്. ഓടാ ചവി, എന്നിട്ട് വേണം നമ്മുടെ തലകുളിയാൻ. എറിഞ്ഞിടാൻ പറ്റില്ല. നമുക്ക് കേറി പറിക്കാം. ഏണിയില്ലാതെ എങ്ങനെ കേറും? ഒരു വഴിയുണ്ട്. ഇതുകൊണ്ട് എന്നാ ചെയ്യാനാ? ഒരു കല്ലിൽ ചരട് കെട്ടി മരത്തിലോട്ട് എറിയാം. അതിന്റെ ഒരറ്റം ഇതിൽ കെട്ടുന്നു. ഇതിനകത്തിരിക്കുന്നയാളെ കയറിന്റെ മറ്റേ അറ്റം വലിച്ച് പതുക്കെ പതുക്കെ മുകളിലേക്ക് പൊക്കുന്നു. ചക്ക താഴേക്ക്. അത് കൊള്ളാമല്ലോ. എന്നാ പണി തുടങ്ങാം. ഇതാ നമ്മുടെ ബഹിരാകാശ പേടകം ചക്കയെ ലക്ഷ്യമാക്കി കുതിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നമ്മുടെ ധീരനായ കോസ്മോനോട്ട് ബോബൻ ഗഗാറിൻ പേടകത്തിന്റെ കയറുകളിൽ അള്ളിപ്പിടിച്ച് ധീരനായിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 92.
വിളിച്ചാൻ അറിഞ്ഞൂടാ. ഞാൻ അച്ചച്ചു വിളിച്ചാനെ. നീ പോടാ മാക്രി. കാലാവസ്ഥയിൽ ഉണ്ടാകാനിടയുള്ള ചില മാറ്റങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ്. ഉടനെ തന്നെ ഇടിയോട് കൂടിയ കാറ്റ് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ബഹിരാകാശ സഞ്ചാരി കരുതിയിരിക്കുക. എല്ലാത്തിനും ഞാനിന്ന് കൊല്ലും. വന്ന പ്ലാവേലായ കളി. പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് പേടകം ആടിയുലയുകയാണ്. ഗഗനചാരിയുടെ ഇപ്പോഴത്തെ നാടിയിടിപ്പ് മിനിറ്റിൽ 150. അയ്യോ, ഓടിക്കോ ഓടിക്കോ. ആരും പോകരുത്. ബഹിരാകാശത്ത് വെച്ച് തകർന്ന പേടകം ഭൂമിയിൽ ഇടിച്ചിറങ്ങുകയുണ്ടായി. ബഹിരാകാശ സഞ്ചാരി ഇപ്പോൾ ആശുപത്രിയെ ലക്ഷ്യമാക്കി പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടിന് എപ്പ നോക്കിയാലും ടി വി കാണല് തന്നെയാ. ഒരക്ഷരം പഠിക്കുകയല്ല, പഠിക്കേണ്ട നേരത്തെ ഒരു ടി വി കാണല്. ഓരോന്നിനും ഓരോ സമയമുണ്ട്, അറിയാവോടാ? അറിയാം പപ്പ. 4:30 ടോം ആൻഡ് ജെറി, 5 മണിക്ക് മിക്കി മൗസ്, 5:30 പോക്കേമോൺ, 6:00 ജംഗിൾ ബുക്ക്, 6:30 പപ്പ ഷോ. പിള്ളാരെ ഒന്ന് പ്രാർത്ഥിക്ക്. കുരിശു വരയ്ക്ക് പിള്ളേരെ. കുരിശു വരയ്ക്കാൻ പറഞ്ഞപ്പോ നീ എന്നാത്തിനാടാ നെറ്റിയിൽ വിരലിട്ട് വട്ടം കറക്കുന്നത്? കുരിശിന്റെ അറ്റത്ത് ക്ലാവറുള്ള മാർത്തോമ കുരിശാ ഞാൻ വരയ്ക്കുന്നത്. കർത്താവേ കാത്തുകൊള്ളണേ. നീ എന്താടി കുരിശു വരയ്ക്കാത്തത്? ഏത് കുരിശാ വരയ്ക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക. അതിനൊരു തീരുമാനമായിട്ടേ വരയ്ക്കുന്നുള്ളൂ. ഓ, എന്തോന്ന് ആലോചിക്കാൻ, എല്ലാം കുരിശ. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുവാണോടാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രാർത്ഥന കഴിഞ്ഞേച്ച് അത്താഴം കൊടുത്താ മതി. കർത്താവ് അത്താഴം പങ്കിട്ട് കൊടുത്തേച്ചാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലായിരുന്നേ കർത്താവ് പഴങ്കഞ്ഞി കുടിക്കേണ്ടി വന്നേനെ. നേരാ, ഉറക്കം വന്നാ പിന്നെ എന്നാ ചെയ്യാനാ? പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങാൻ പറ്റുകയല്ല. പപ്പ കിടന്ന് അമറാതിരിക്കാങ്കി ഉറങ്ങാൻ പറ്റും. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഉറക്കം വരുന്നോണ്ട്. അതൊന്നും അല്ല കാരണം. ഞാൻ പറയാം കേട്ടോ. പ്രാർത്ഥന ചൊല്ലാനിരിക്കുന്ന നിങ്ങളുടെ ഇടതുവശത്തും വലതുവശത്തും ഓരോ ചെകുത്താനിരിപ്പുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞല്ല, പക്ഷെ പറഞ്ഞ പൊട്ടീര് മേടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാ. സൊസൈറ്റി ലേഡികളെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട് ക്ലബിന്റെ വാർഷികത്തിന് പിരിക്കാൻ. ആ പൊണ്ണത്തടിച്ച് ശോശാമയുണ്ട് കറങ്ങാൻ. കിളവികള് മേക്കപ്പ് ഇട്ടേച്ച് ഇറങ്ങിക്കോളും വയസ്സാങ്കാലത്ത് ഷൈൻ ചെയ്യാൻ. യോ, അതാരാ? ആ പണ്ടാരങ്ങളല്ലേ വരുന്നത്. ആ ആന വെറുതെ ഉണ്ട്. ബോബാ, അമ്മച്ചിയില്ലോടാ? വരണം വരണം, അകത്തേക്കിരിക്കാം. മോളി നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അമ്മച്ചി പുറത്തു പോയിരിക്ക. മാഡത്തിന് കുടിക്കാൻ എന്താ വേണ്ടത്? ചൂടുള്ളത് എന്തുണ്ട് കുടിക്കാൻ? ഇന്ത്യൻ സൂപ്പുണ്ട്, എടുക്കട്ടെ? ഇന്ത്യ സൂപ്പോ? അതെന്തുവാ? ആ, എന്തായാലും കൊണ്ടുവാ, നോക്കിക്കളയാ. അല്ലേലും മേരിക്കുട്ടി പാചകത്തിന് മിടുക്കിയ. നോക്കടി, ആ കുട്ടികളുടെ ഒരു വിനയം, എന്തൊരു മര്യാദ, എന്തൊരു കുലീനത്വം. കുട്ടികളായ ഇങ്ങനെ വേണം. നീ ഇന്ത്യൻ സൂപ്പ് എന്ന് പറഞ്ഞ എന്തിനാ? എടി, നമ്മുടെ കഞ്ഞിവെള്ളത്തിനാ ഇന്ത്യൻ സൂപ്പ് എന്ന് പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാ അവര് വേണ്ടെന്ന് പറയും. ആ മറദാച്ചി നമ്മുടെ കസേര ഒടിച്ചേ പോകുന്ന തോന്നണേ. കുട്ടികള് തറവാടികളാവുന്നത് അവരെ വളർത്തുന്നവരുടെ കഴിവാ. അതൊക്കെ ഓരോരോ കുടുംബത്തിന്റെ ജാത്ത. വീട്ടില് അച്ഛനും അമ്മയും ശരിയല്ലെങ്കിൽ കുട്ടികളുടെ കാര്യവും പോക്കാം. അതെ അതെ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഗുരുത്വമുള്ള കുട്ടികളിപ്പോ കുറവാ. ആ വക്കീല് അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഞെളിഞ്ഞിരിക്കുന്ന പണ്ടാരത്തിനെ കണ്ടില്ലേ? പക്ഷെ ചാണകെട്ട മാതിരി ഉണ്ട് അവളുടെ മുടികെട്ട്. മറ്റോള് കെട്ടുകാലിയും പൊട്ടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുവാ നാട് തണ്ടാൻ.
എടി നീ ആ വെള്ളം എടുക്ക്, പണ്ടാരങ്ങൾ കുടിക്കട്ടെ. ഓ, ഇന്ത്യൻ സൂപ്പ് എത്തിയല്ലോ. താങ്ക് യു ബേബി. വെൽക്കം ആന്റി. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോളൂ. വല്ലാത്ത ദാഹം കാണുമായിരിക്കും, ഒത്തിരി നടന്നതല്ലേ. ആന്റിമാര് കുറച്ചേരം ഇരുന്നേച്ച് പോയാ മതി, ക്ഷീണം മാറട്ടെ. മറ്റു കുട്ടികൾ ഇവരെ കണ്ടു പഠിക്കണം. എന്നാ മര്യാദ. ബോബാ, മോളി, ഞങ്ങൾ ഇറങ്ങുവാണേ. അമ്മച്ചി വരുമ്പം ഞങ്ങൾ വന്നേച്ചു പോയിന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇറങ്ങുവാണോ? ഞങ്ങള് തന്ന വെള്ളം കുടിച്ചേച്ച് എന്തു തോന്നി? ഒന്നും തോന്നിയില്ല. ഇന്ത്യൻ സൂപ്പ് ആദ്യമായിട്ടാ കുടിക്കുന്നേ. ഒരു പുളിപ്പുണ്ടായിരുന്നു, എന്നാലും സാധനം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേടി കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ബോബാ ഒരു തർക്കം? അല്ല ആന്റി, ഇവള് പറയുക എലി ചത്തു വീണ കഞ്ഞിവെള്ളം കുടിച്ച കുഴപ്പമാണെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ഇതേണ്ടേ, ഇപ്പൊ ആന്റിമാർക്ക് ഒരു കുഴപ്പമില്ലല്ലോ.